ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെന്നിരിക്കുന്നത് കവനീജിലുള്ള ഡിസേർട്ട് ഓർഗാനിക് ഫാമിലാണ്. നമുക്കിന്ന് അവിടുത്തെ കാഴ്ചകളെല്ലാം കാണാം. ആദ്യം തന്നെ ഞങ്ങൾ ചെന്നത് സമയത്ത് കണ്ടത് ക്യാരറ്റാണ്. ക്യാരറ്റ് നന്നായി വിളഞ്ഞു നിൽക്കുന്നുണ്ട്. ഈ ഫാമിൽ നമ്മുടെ കൂടെ ഒരാൾ വരും. നമുക്ക് ഇഷ്ടം പോലെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് വെജിറ്റബിൾസ് എല്ലാം പിക്ക് ചെയ്തെടുക്കാം. കുട്ടികൾക്കെല്ലാം ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണിത്. കുട്ടികൾക്കെന്നല്ല, മുതിർന്നവർക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഞാനിങ്ങനെ കാബേജ് ഒന്നും നിൽക്കുന്നതൊന്നും ഒരിക്കലും കണ്ടിട്ടില്ല. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് നന്നായി വിളഞ്ഞ് വരുന്നേ ഉള്ളൂ. പക്ഷേ നമ്മൾ എന്നാലും നമ്മുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ക്യാബേജ് നമ്മൾ മുറിച്ചെടുത്തായിരുന്നു. ഇത് കാണാനും നല്ല രസമാണ്. ഇവിടെ എൻട്രി ഫീസ് ഒന്നുമില്ല. നമുക്ക് വെജിറ്റബിൾസ് നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് എടുക്കാം. 1 കിലോന് അവർ 10 dirhams ആണ് ചാർജ് ചെയ്യുന്നത്. പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. വീക്കെൻഡിലൊക്കെ കുട്ടികളെയും കൊണ്ട് വരുവാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അവരുടെ ഹെൽപ്പോട് കൂടി നമുക്ക് തന്നെ അത് മുറിച്ചെടുക്കാം. മുറിച്ചെടുക്കുമ്പം ഒരു സന്തോഷം. നല്ലൊരു ഹാപ്പി മൂമെൻറ്റ്സ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കാബേജ് എല്ലാം മുറിച്ചെടുക്കുന്നത്. ഞാനും എൻ്റെ മകനും കൂടി ആ ഇലകളെല്ലാം പറിച്ച് കളയാനുള്ള തത്രപ്പാടിലായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ തല്ലും കൂടി. പക്ഷേ മോൻ നന്നായി എൻജോയ് ചെയ്തു. അങ്ങനെ കേബേജ് എല്ലാം പറിച്ചു കഴിഞ്ഞു ഞങ്ങളെ. അത് കഴിഞ്ഞിട്ട് കേബേജിൻ്റെ അടുത്തുനിന്ന് നമ്മൾ വഴുതനങ്ങ നിൽക്കുന്ന സ്ഥലത്തോട്ട് പോയി. വഴുതനങ്ങയും പറിച്ചെടുത്തു. എൻ്റെ മോൻ ഇതെല്ലാം പറിച്ചെടുക്കുന്ന ആദ്യമായിട്ടാണ്. വഴുതനങ്ങയൊന്നും അവനങ്ങനെ ചെടിയിൽ നിൽക്കുന്നതൊന്നും അവൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് അവനത് വലിയൊരു സന്തോഷമായിരുന്നു. പിന്നെ യൂട്യൂബിലൊക്കെ വീഡിയോ ഇടാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അതുകൊണ്ട് അവൻ അതിനനുസരിച്ച് ആക്ടിങ് ഒക്കെ ചെയ്തു. പിന്നെ ഈ കാണുന്ന പച്ചമുളകാണ്. വലിയ സംഭവമൊന്നുമല്ല. പക്ഷേ പ്രവാസ ലോകത്ത് കുറേ നാൾ പച്ചപ്പൊന്നും കാണാതിരിക്കുന്ന ആൾക്കാർക്ക് ഇടയ്ക്കൊന്ന് പോയി കാണാൻ പറ്റുന്ന നല്ലൊരു അവസരമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്തു. പിന്നെ ക്യാപ്സിക്കം ഒന്നും ശരിയായി വന്നിട്ടില്ല. പിന്നെ മീൻ വളർത്തുന്നുണ്ട് അവിടെ. അത് കുട്ടികൾക്ക് കാണാൻ വേണ്ടി മാത്രം. കുട്ടികൾ ഫുഡിട്ട് കൊടുക്കുമ്പോൾ ആ മീനുകളെല്ലാം അവിടെ വരും. അവർ സെയിലൊന്നുമില്ല, കുട്ടികൾക്ക് കാണാൻ വേണ്ടി മാത്രമാണെന്നാണ് അവർ പറഞ്ഞത്. അത് തീറ്റ ഇട്ട് കൊടുക്കുമ്പോൾ മീനുകളെല്ലാം അടുത്തേക്ക് വരുമ്പം കാണാനൊരു സന്തോഷം, അത്രേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ചൊരയ്ക്ക എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആ സംഭവം ഞങ്ങൾ പറിച്ചെടുത്തു. ഞാൻ ആദ്യമായിട്ടാണ് അതിങ്ങനെ വിളഞ്ഞു നിൽക്കുന്നതൊക്കെ കാണുന്നത്. എൻ്റെ മോൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഇത് ചോളത്തിൻ്റെ സ്ഥലമാണ് കേട്ടോ. അത് ചോളം റെഡി ആയിട്ടില്ല. പക്ഷെ ഞങ്ങൾ ലാസ്റ്റ് ഇയർ പോയായിരുന്നു. അന്നേരം ഞങ്ങൾക്ക് ചോളം കിട്ടിയായിരുന്നു. ആ വീഡിയോ ഞാനിവിടെ ഇടുന്നുണ്ട്. ഇത് ലാസ്റ്റ് ഇയർ പോയപ്പോൾ എൻ്റെ മോൻ ചോളം തിന്ന വീഡിയോ ആണേ. പിന്നെ നമുക്ക് നാടൻ കോഴീനെയും അവിടെ നിന്ന് മേടിക്കാൻ കിട്ടും. കോഴി മുട്ടയും കിട്ടും. സോ എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻജോയ്.